കോഴിക്കോട് തിരുവമ്പാടിയിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് തുണിത്തരങ്ങൾ കണ്ടെത്തിയതിൽ പോലീസ് കേസെടുത്തു. ബി.ജെ.പി. പ്രവർത്തകൻ തിരുവമ്പാടി പൊന്നാങ്കയം സ്വദേശി കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസെടുത്തത്. വസ്ത്രങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുവന്നതാണെന്നാണ് എഫ്ഐആർ. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് വലിയ തോതിൽ വസ്ത്രങ്ങൾ പിടികൂടിയത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, പോളിംഗിന്റെ തലേ ദിവസമായിരുന്നു വലിയ തോതിൽ തുണിത്തരങ്ങൾ കണ്ടെടുത്തത് പൊന്നാങ്കയത്തു നിന്ന്. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയിൽ പൊന്നാങ്കയത്താണ് വോട്ടെടുപ്പിന്റെ തലേദിവസം രാത്രി വോട്ടർമാരെ സ്വാധീനിക്കാനായി വലിയ തോതിൽ വസ്ത്രങ്ങൾ കൊണ്ടുവന്നതായി വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ ഫ്ലൈയിങ് സ്ക്വാഡും പരിശോധന നടത്തിയാണ് ഈ വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. ഇപ്പോൾ തിരുവമ്പാടി പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുകയാണ്. അതിൽ കൃത്യമായി തന്നെ പറയുന്ന കാര്യം, രഘുലാൽ ഈ കണ്ടെത്തിയ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കണ്ടെത്തിയ വീടുടമ രഘുലാൽ എന്ന ആളുടെ വീട്ടിൽ പൊന്നാങ്കയത്തെ കാനാട്ട് രഘുലാൽ വീട്ടിൽ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി വിതരണം ചെയ്യുന്നതിനായി വിവിധതരം വസ്ത്രങ്ങൾ അനധികൃതമായി സൂക്ഷിച്ചുവെച്ചായി കാണപ്പെട്ടതിൽ കേസെടുത്തുന്നു. അതായത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. IPCയുടെ വകുപ്പുകളും അതോടൊപ്പം തന്നെ ജനപ്രാതിനിധ്യത്തിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പൊന്നാങ്കയം തിരുവമ്പാടി പൊന്നാങ്കയത്തെ കാനാട്ട് രഘുലാൽ എന്ന ആളുടെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അയാൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം അന്ന് തന്നെ അയാൾ പറയുന്ന കാര്യം, BJP പ്രവർത്തകനെ പ്രാദേശിക നേതാവായ ലാൽ എന്നൊരാളാണ് ഇത് ഇവിടെ കൊണ്ട് വെപ്പിച്ചത്. വസ്ത്രങ്ങളിൽ നിന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, എന്തിനാണെന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നാണ് ഈ BJP പ്രവർത്തകൻ പറഞ്ഞത്. സ്വാഭാവികമായും ആരാണ് കൊണ്ടുവച്ചത്, ആര് വഴിയാണ് വന്നതെന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ രഘുലാലിൽ നിന്നും ശേഖരിച്ച ശേഷം കൂടുതൽ പേർക്കെതിരെ കേസെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. നിലവിൽ രഘുലാലിന് മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതേസമയം പ്രദേശത്തെ LDF പ്രവർത്തകർ, ഇതിന് ആദ്യം വിവരം നൽകിയത് LDF പ്രവർത്തകരാണ്. അവർ ആവശ്യപ്പെടുന്ന കാര്യം, ഇതിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ മാത്രമല്ല മണ്ഡലം തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്ക് ബന്ധമുണ്ട്. അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാനായി വസ്ത്രങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് പൊന്നാങ്കയത്തു നിന്ന് പോളിംഗിന്റെ തലേ ദിവസം തുണിത്തരങ്ങൾ പിടികൂടിയതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.